അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് ഈ ഒരു പിയേഴ്സിൻ്റെ പെട്ടി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കും ഒരു റിബണും, ഇത് മാത്രം മതി. സത്യം പറഞ്ഞാൽ അധികം എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇതുവരെ എത്തും എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമൊന്നും അല്ല, ഇതിനു മുമ്പും നമ്മൾ മൂൺ ലാമ്പൊക്കെ ഉണ്ടാക്കിയപ്പം ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു എൻ്റെ ടേബിളിന് വേണ്ടി ഞാനായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നത്. സാധനം വിചാരിച്ച പോലെയൊന്നും അല്ല, നല്ല ഈസിയാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയെങ്കിലും ഈ റിബണിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ തോറ്റുപോയി. 5-6 പ്രാവശ്യം ശ്രമിച്ചാണ് ഒരെണ്ണം ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ ഒരെണ്ണം വീണ്ടും മാറ്റി വീണ്ടും ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കാണിക്കുന്നുണ്ട്, ഒരു റിബൺ. ആ റിബൺ അല്ല ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഏതോ ഒരു റിബൺ വീണ്ടും എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി ഒട്ടിച്ചതാണ്. അത് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് റിബൺ ഉണ്ടാക്കേണ്ടത്. പക്ഷേ എങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ബാലൻസ് ഭാഗമുണ്ടല്ലോ, അത് നമ്മളൊന്ന് മുകളിലോട്ടാക്കി കൊടുക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത് ചെയ്തു. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ അധികം ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുഞ്ഞ് റിബണാണ്. ഈ റിബണിനെക്കാട്ടിലും രസമായിരുന്നു രണ്ടാമത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെല്ലാവരും വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ അമുക്കിയിട്ട് പോവുക, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് കമൻറ്റിൽ പറയുക.